ഈ ഡെലിവറി ബോയ് സമയത്ത് അവിടെ എത്തിച്ചിട്ടില്ല എങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഇവർ പ്രോമിസ് ചെയ്ത ഡെലിവറി ക്വാളിറ്റി അവർ മീറ്റ് ചെയ്യുന്നില്ല. മനസ്സിലായി? അവരെ സ്വീ ചെയ്യാൻ പറ്റും. ഒരാൾക്ക് വേണമെങ്കിൽ കൺസ്യൂമർ കോർട്ടിൽ പോയിട്ട് അത് സ്വീ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കമ്പനിയെ സംബന്ധിച്ച് എന്താ പ്രശ്നം? അവർ ഡെലിവറി ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു സംഗതി ഇവനെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഈ പാർട്ണറെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവനത് ചെയ്യാത്തതുകൊണ്ടാണ് സംഭവിച്ചത്. അപ്പോൾ പ്രശ്നം വരും. അവിടെയാണ് പ്രശ്നം വരിക. അപ്പോൾ നിങ്ങൾ പ്രോമിസ് ചെയ്യുന്ന ഡെലിവറി ക്വാളിറ്റി എന്താണ്? ഇത്ര സമയം 10 മിനിറ്റിനുള്ളിൽ കൊടുക്കാൻ പറ്റും എന്നെങ്ങനെയാണ് നിങ്ങൾക്ക് പ്രോമിസ് ചെയ്യാൻ പറ്റുക എന്നൊരു പ്രശ്നമില്ലേ? അപ്പോൾ പ്രോമിസ് ചെയ്തിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ എന്താണ്? അതൊരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ്റെ വയലേഷനാണ്, കൺസ്യൂമർ റൈറ്റ്സിൻ്റെ വയലേഷനാണ്. അയാൾക്ക് എന്ത് ചെയ്യാം? കോടതി, കൺസ്യൂമർ കോർട്ടിൽ പോകാം. ഇപ്പുറത്ത് ഈ പയ്യനോട് ചെയ്യുന്ന വലിയ ക്രൂരത അവിടെ നടക്കുന്നത്. അപ്പോൾ അതിലെന്താണ് ഒരു മീറ്റിംഗ് പോയിൻ്റ്? എന്താണ്? പ്രോമിസിൻ്റെ കാര്യത്തിൽ തന്നെ ഒരു ഇതുണ്ടാവണം. ഒരു ഗിവൺ പോയിന്റിൽ നിന്ന് ഒരു കിലോമീറ്റർ യാത്ര ചെയ്യാൻ ആ പ്രദേശത്ത് അനുവദിക്കപ്പെട്ട പരമാവധി വേഗത ഉണ്ടാവുമല്ലോ, സാമാന്യമായി അനുവദിക്കപ്പെട്ട പരമാവധി വേഗത. ആ വേഗതയ്ക്ക് അപ്പുറത്തുള്ള ഒരു ഡെലിവറി പ്രോമിസ് ചെയ്യാൻ പറ്റില്ല, അത് പാടില്ല. ഇവർ നഗരപ്രദേശം 35 കിലോമീറ്റേഴ്സാണ് അവിടുത്തെ അനുവദിക്കപ്പെട്ട പരമാവധി വേഗതയെങ്കിൽ ഒരു പോയിന്റിൽ നിന്ന്, ഇപ്പോൾ കോഴിക്കോട് മാവൂർ റോഡ് ഒരു പോയിന്റ്, വെള്ളിയറമ്പ് മറ്റൊരു പോയിന്റ്, ആ പോയിന്റിൽ എത്ര കിലോമീറ്റർ ഉണ്ട്? അതിൽ അനുവദിക്കപ്പെട്ട പരമാവധി വേഗത എത്രയാണ്? ആ പരമാവധി വേഗത വെച്ചിട്ടുള്ള സമയമേ നിങ്ങൾ പ്രോമിസ് ചെയ്യാൻ പാടുള്ളൂ. ഇതാണ് ഇതിലൊരു സംഗതി. ഇത് ബസ്സുകാർക്ക് സമയം കൊടുത്തത് നേരെ തിരിച്ചാണ്. ഇങ്ങനെ കുറേ കോംപ്ലിക്കേഷൻസ് ഇതിനകത്തുണ്ട്. പക്ഷേ ഞാനതിൽ കാണുന്ന ഇതിൽ കോടതികളാണെങ്കിലും സർക്കാരുകളാണെങ്കിലും ഈ വിഷയത്തെ പോസിറ്റീവായിട്ട് കാണുകയും അതിൽ പ്രൊയാക്റ്റീവായിട്ടുള്ള എൻഗേജ്മെൻറ്റുകൾ നടത്തുകയും ചെയ്യുന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു ദിവസമാണെന്ന് വെച്ചാൽ അവരുടെ ഏറ്റവും ഈ പറയുന്ന ഈ 10 മിനിറ്റ് ഡെലിവറി എന്നുള്ളത് അതിന് വേണ്ട എന്ന് വെച്ചിരിക്കുന്നു. കമ്പനികളും അത് കംപ്ലൈ ചെയ്തിരിക്കുന്നു. അത് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു. ഇവരുടെ ടെൻഷനും ഇതും മാത്രമല്ല, അപകടങ്ങൾ എന്ന് വെച്ചാൽ ഇവർ അപകടത്തിൽപ്പെടുന്ന മാത്രമല്ല, നാട്ടുകാർ അപകടത്തിൽപ്പെടുന്നുണ്ട് ഇവരുടെ മരണപ്പാച്ചിൽ കാരണം. അപ്പോൾ അതുകൊണ്ട് ഏത് മേഖലയിലും എന്താണ് പോസിറ്റീവായിട്ടുള്ള ആലോചനകൾ, ടെക്നോളജിയും ഇതൊക്കെ വികസിക്കുന്നതനുസരിച്ച് നമ്മുടെ നിയമങ്ങളും ചട്ടങ്ങളിലൊക്കെ അതിനനുസരിച്ചുള്ള വികാസം ഉണ്ടാക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു ആലോചന, അതിലേക്ക് ഈ സംഭവങ്ങൾ നയിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.